ഇത്രയും കാലമായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഒരുപാട് കമന്റുകളായിട്ട് പറയുന്നൊരു കാര്യമാണ് സ്വിച്ച് ബോക്സിൽ എന്തിനാണ് ഇത്രയും കൂടുതൽ വയറിട്ട് കഴിഞ്ഞാൽ നഷ്ടമല്ലേ, വീട്ടുകാർക്ക് നഷ്ടമല്ലേ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞാൽ ഇതേപോലെ ഇത്രയും വയറ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ നമുക്കിപ്പോൾ ഒരു സ്വിച്ച് മാറ്റണം. സ്വിച്ച് മാറ്റുന്ന സമയത്ത് നമ്മളിത് മാക്സിമം ഇത് ടൈറ്റ് ചെയ്യും. അതായത് ലൂസ് കോണ്ടാക്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി മാക്സിമം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോപ്പറും നമ്മൾ ഈ സ്ക്രൂവും തമ്മിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ചെറുങ്ങനെ മുറിയാൻ തുടങ്ങും. ഓൾറെഡി ഈ സമയത്ത് ഷെയ്ക്കോ മറ്റ് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ സ്പാർക്കിങ്ങോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ നമ്മൾ ഇതൊന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമുക്ക് ഈ ഒരു കോപ്പർ അതുപോലെ രണ്ടാമതൊന്ന് സ്വിച്ചിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് സ്ലീവിനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇത്രയും കുറച്ച് വയറൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മെയിൻ്റെനൻസിന് നമുക്കിതാ ഈ കാണുന്ന ഒരു ഡിസ്റ്റൻസ് മാത്രമേ മെയിൻ്റെനൻസ് ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും രീതിയിലൊന്ന് ചെതലരിച്ചു അല്ലെങ്കിൽ ഉറുമ്പരിച്ചു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു നമുക്കൊന്ന് ഒരു കണക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കണം എന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തൊരു കേസാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ സ്വിച്ച് ബോക്സിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വയറുകൾ കുറച്ച് നീളത്തിലിടുക. അതാകുമ്പം ഒരു പ്രയാസം ഉണ്ടാവില്ല. നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് മാറ്റി കണക്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇത് ഓരോരുത്തരും ഇഷ്ടമാണ് ഇതുപോലെ കേബിൾ ടൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ ഇൻസുലേഷൻ ടാപ്പ് ചെയ്യുന്ന കാണാം. നമ്മൾ ഇതുപോലെ കേബിൾ ടൈകൾ മാത്രം വെച്ചിട്ടേ ചെയ്യുള്ളൂ. ഇൻസുലേഷൻ ടാപ്പ് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇൻസുലേഷൻ ടാപ്പ് ചൂടായിട്ട്, അതായത് അതിൻ്റെ ഗമ്മ് ഇളകിയിട്ട് ഇതിൻ്റെ മുകളിൽ പശ വന്നിട്ട് നിൽക്കാനുള്ള സാധ്യത. അപ്പോൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചും മുഴുവൻ പശയായിരിക്കും അതിൻ്റെ ഇൻസുലേഷൻ ടാപ്പിൻ്റെ ഗമ്മ്. അപ്പോൾ അത് ആദ്യം കളഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല വയറിന് തൊടുമ്പോൾ. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു കേബിൾ ടൈ പൊട്ടിക്കുക, വേണ്ടുന്ന സംഭവം ചെയ്യുക, വീണ്ടും ആയിട്ടൊരു കേബിൾ ടൈ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ചെയ്യുന്ന ആൾക്കാർ അതുപോലെ ചെയ്യുക, നമ്മൾ ഇതുപോലെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ക്ലയൻറ്റിനൊന്നും ഒരു നഷ്ടമൊന്നുമില്ല. ഞാൻ മുറിച്ചതിൻ്റെ ചെറിയൊരു കഷ്ണം ഞാൻ കാണിച്ചു. നമ്മൾ മുറിച്ചതിൻ്റെ ഒരു കഷ്ണമായി നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന വേസ്റ്റേജ് എന്ന് പറയുന്നതാ ഈ ഒരു കഷ്ണം വേസ്റ്റേജ് മാത്രമേ വരിക. അപ്പോൾ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ കുറേ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു റോള് വയറാവുന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ ചിന്തിച്ച് നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉപകാരമാകുന്ന സംഭവമായത് കൊണ്ട് ഒരു വീഡിയോസ് ഇട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടുന്ന ആൾക്കാർ അതുപോലെ ചെയ്യുക. ഇനിയിപ്പം ഇങ്ങനെ ചെയ്താലേ അവർക്കൊരു തൃപ്തി ഉള്ളൂ വെച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്യുക. അത് ഇപ്പം വരുന്ന ആൾക്കാർ പരമാവധി എല്ലാം ലെങ്ത് തന്നെ ചെയ്യുന്നത്. ഇപ്പം കണ്ടതിൽ എല്ലാവരും അതെ